കാണിക്കുന്നല്ലോ. അമ്മയും ചേച്ചിയും കാണുന്നതുമില്ല. മോട്ടു അല്ലേ പോണത്? ഹൂയ് മോട്ടു. ദൈവമേ, ടിങ്കുവോ? നീ എവിടെയായിരുന്നു? 2-3 ദിവസമായല്ലോ നിന്നെ കണ്ടിട്ട്. അന്നത്തെ പണിക്ക് ശേഷം ആകെ ടയേർഡായിപ്പോയി അളിയാ. നിന്റെ ചേച്ചി ഇവിടെ ഉണ്ടോ? നീ പേടിക്കണ്ട, ചേച്ചിയും അമ്മയും പുറത്ത് പോയേക്കുവാ. ഓ ഭാഗ്യം. ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി? പ്രത്യേകിച്ച് ഒന്നുമില്ല അളിയാ. വീട്ടിൽ നിന്ന് ബോറടിച്ചിട്ട് ഇറങ്ങിയതാ. അമ്മയാണെങ്കിൽ TV കാണാനേ സമ്മതിക്കുന്നില്ല. ഓ, ഇവിടെ അതൊക്കെ തന്നെ അളിയാ അവസ്ഥ. ഡാ ടിങ്കു, നമുക്ക് പാർക്കിലോട്ട് പോയാലോ? ഓക്കേ, സെറ്റ്. ഏയ് ഏയ്. ഓ, എന്തൊരു വെയിലായത്. ശരിയാ. നമ്മൾക്ക് ലിഫ്റ്റ് ചോദിച്ചു പോകാം. പക്ഷെ ആരെയും കാണുന്നില്ലല്ലോ. ദേ ടോമിച്ചേട്ടൻ. ഹായ് ടോമിച്ചേട്ടാ. ഹായ് മക്കളെ, കുറെ നാളായല്ലോ കണ്ടിട്ട്. നിങ്ങള് രണ്ടുപേരും എങ്ങോട്ടാ? അത് ചേട്ടാ, ഞങ്ങളൊന്ന് പാർക്കിലോട്ട് ഇറങ്ങിയതാ. എങ്കിൽ കേറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എപ്പോഴേ കേറി. എങ്കിൽ നമുക്ക് പോയാലോ? പറപ്പിച്ചു വിടു ടോമിച്ചേട്ടാ. ഓക്കെ, നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ. താങ്ക് യു ടോമിച്ചേട്ടാ. സീ യു മക്കളെ, ബൈ ബൈ. കം ഓൺ മോട്ടു, ലെറ്റ്സ് ഗോ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഓ, അതിനെന്താ, നമുക്ക് കളിക്കാം. ഓക്കെ, സെറ്റ്. പിടിച്ചിരുന്നോ മോട്ടു. ടിങ്കു മോട്ടു അല്ലേ അത്? ഇവന്മാർ ഇവിടെയും വന്നോ? നീ വാ, ഇവന്മാർക്കിട്ടൊരു പണി കൊടുക്കണം. പുതിയ ട്രിക്കോ? നീ ഇതെങ്ങനെ പഠിച്ചു? നിന്നെയും പഠിപ്പിച്ചു തരാമടാ. അയ്യോ എന്റെ അമ്മച്ചിയേ, ഇതെന്താ ഭൂമി കുലുക്കമോ? ഇവരോ? അതേടാ, ഞങ്ങൾ തന്നെ. എങ്ങനെയുണ്ട് പുതിയ ട്രിക്ക്? അപ്പോ ഇതൊക്കെ നിങ്ങളുടെ പണിയായിരുന്നല്ലേ? നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഒന്ന് പോടാ. നിന്നേക്ക് ഒന്ന് കൈ കിട്ടാൻ കാത്തിരിക്കുവായിരുന്നു. ഞങ്ങൾ എക്സാമിന് കോപ്പി അടിച്ച കാര്യം നീ പറഞ്ഞു കൊടുക്കുവല്ലേടാ? അയ്യോ, അത് നിങ്ങൾ കോപ്പി അടിച്ചത് കൊണ്ടല്ല, നല്ല മാർക്ക് കിട്ടിയോണ്ടാ പറഞ്ഞു കൊടുത്തത്. നീയൊക്കെ കാലിനോട് ഞങ്ങൾക്ക് റീടെസ്റ്റ് എഴുതേണ്ടി വന്നത്. അവന്റെ റിസൾട്ട് വരട്ടെ, അതറിഞ്ഞിട്ട് ബാക്കി. ഇവിടെ നിന്ന് കറങ്ങാതെ വീട്ടിൽ പോടാ. എടാ കേശു, ഇനി നമ്മൾക്ക് കുറച്ച് കളിക്കാം ഇതിൽ. അതെ അതെ, അവന്മാരവിടെ നോക്കി നിന്ന് രസിക്കട്ടെ. എഴുന്നേൽക്കടാ അങ്ങോട്ട്. എഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ കാണിച്ചു തരാടാ. അങ്ങോട്ട് എഴുന്നേൽക്കടാ. മോട്ടു, പിടിയവനെ. ഇവന്മാര് ഞാൻ ഇന്ന് മാറി നിക്കടാ അങ്ങോട്ട്. വിടടാ എന്നെ. എന്റെ അമ്മേ.
നമുക്ക് പോകാം. വെറുതെ നിന്ന് അടി വാങ്ങണ്ട. രണ്ടും വേഗം സ്ഥലം വിട്ടോ. പേടിത്തൊണ്ടന്മാർ. ആകെ നാണക്കേടായി. ഇനി എങ്ങനെ അവന്മാരുടെ മുഖത്ത് നോക്കും? ഓ, നിനക്കതാണോ വിഷമം? നീ എന്റെ ഈ അവസ്ഥ കാണുന്നില്ലേടേ? കാണുന്നുണ്ട് അളിയാ, എന്ത് ചെയ്യാനാ? എന്റെ സമയം തീരെ ശരിയല്ലെന്നാ തോന്നുന്നേ. കഴിഞ്ഞ വർഷത്തെ പരിക്കൊന്ന് മാറി വന്നതാ. ദേ പിന്നെ. നീ വിഷമിക്കേണ്ട, നമുക്ക് അവന്മാർക്കിട്ട് നല്ല പണി കൊടുക്കാം. എന്റെ പൊന്നെ ടിങ്കു, പണി കൊടുക്കുന്ന കാര്യം മാത്രം നീ പറയല്ലേ. പണി കൊടുത്ത് അവസാനം ഇതാ എന്റെ അവസ്ഥ. നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. നല്ല വിശപ്പ്. ആ ശരിയാ, അടി കൊണ്ട് ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഇതെന്താ ഡോറ് തുറക്കാത്തത്? ടിങ്കു, ടിങ്കു, ഈ വാതിലൊന്ന് തുറന്നേ. ദേ അമ്മേ, നോക്കിയേ, വാതില് പൂട്ടിയിട്ടില്ല. അവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാ ഡോറെല്ലാം ലോക്ക് ചെയ്തിരിക്കണമെന്ന്. നീ വാ, നമ്മൾക്ക് അകത്ത് കേറാം. അവനെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. അവൻ TV കണ്ടിരിക്കുകയായിരിക്കും. നീ പോയി അവനെ വിളിച്ചിട്ട് വാ. ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം. അമ്മേ, അവനെ ഇവിടെയൊന്നും കാണുന്നില്ല. അവൻ എവിടെയെങ്കിലും കാണും. ഇല്ല അമ്മേ, ഞാൻ എല്ലായിടത്തും നോക്കി, ഇവിടെ എങ്ങും കാണുന്നില്ല. ദൈവമേ, ഇവൻ ഇത് എങ്ങോട്ട് പോയി? ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതായിരിക്കോ? അവൻ ചിലപ്പോൾ മോട്ടുവിന്റെ വീട്ടിൽ പോയതായിരിക്കും. ഞാൻ മോട്ടുവിന്റെ അമ്മയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്തായാലും അവൻ ഇന്ന് അടിയുടെ പൂരമായിരിക്കും. ആണോ? ആ ശരി, ഞാൻ വിളിക്കാം. എന്താ അമ്മേ, മോട്ടുവിന്റെ അമ്മ എന്താ പറഞ്ഞത്? മോട്ടു അവിടെ ഇല്ല, രാവിലെ ഇറങ്ങിയതാണത്രേ. രണ്ടുപേര് എവിടെയെങ്കിലും കറങ്ങി നടക്കുണ്ടാവും. അവന്മാരിങ് വരട്ടെ, രണ്ടിനെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ദൈവമേ, അമ്മ എത്തിയോ? ദേ അമ്മേ, ആരൊക്കെയാ വന്നതെന്ന് നോക്കിയേ. ദൈവമേ, അമ്മ കലിപ്പിലാണല്ലോ. ഇന്ന് മൊത്തത്തിൽ പ്രശ്നങ്ങളാണളിയ. എവിടെയായിരുന്നു രണ്ടാളും? അതമ്മേ, ബോറടിച്ചപ്പോൾ ഞങ്ങളൊന്ന് പാർക്കിലേക്ക് പോയതാ. രണ്ടുപേരും ആരോടും പറയാതെ വാതിലും തുറന്നിട്ടങ്ങ് പോയേക്കുവാ. നിനക്കൊക്കെ നല്ല തല്ല് കിട്ടാത്തതിന്റെ കേടാ. മോട്ടു, ഓടിക്കോ. അയ്യോ എന്റെ അമ്മേ.